മലപ്പുറം മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഉച്ചകഞ്ഞിക്ക് വേണ്ടി സർക്കാർ നൽകിയ അരി കടത്തിയെന്ന് പരാതി. രാത്രി അരി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പഞ്ചായത്ത് അംഗം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. അരിക്കടത്തിന് പിന്നിൽ സ്കൂളിലെ അധ്യാപകൻ തന്നെയാണെന്നുമാണ് ആരോപണം. സാജിദ് അജ്മൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. മലപ്പുറം മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അരി മോഷ്ടിച്ചു എന്ന പരാതി വന്നിരിക്കുന്നത്. ഈ അരി കടത്തുകയാണെന്ന് ആരോപിക്കുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനും പരാതി പോയിരിക്കുന്നത്. എന്നോടൊപ്പം ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന വാർഡിന് സമീപത്തെ ഉള്ള മെമ്പർ ഹസൈനാർ ബാബു ഉണ്ട്. അദ്ദേഹം പഞ്ചായത്ത് മെമ്പറാണ്. താങ്കൾ ഇങ്ങനെ ഒരു പരാതി ഉന്നയിക്കാനുള്ളൊരു അടിസ്ഥാനം എന്താണ്? ഇത് പലവട്ടം ആവർത്തിക്കുന്നുണ്ടെന്നുള്ളത് പല രക്ഷിതാക്കളും ഈ സ്കൂളിന്റെ പരിസരത്തുള്ള ആളുകളും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവരോട് ഈ സ്കൂളിലെ പ്രധാന അധ്യാപകരോടും മറ്റതും ഈ വിഷയം അവതരിപ്പിച്ചതാണ്. ഈ വിഷയം അവതരിപ്പിച്ചിട്ടും അവരെ ഭാഗത്തുനിന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ഈ സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളടക്കം കൂടിയിട്ടാണ് ഈ വീഡിയോ പകർത്തിയിട്ടുള്ളത്. ഇത് കുറെ കാലമായിട്ട് ഇങ്ങനെ അരി കൊണ്ടുപോകുന്നുണ്ടെന്നാണോ? ഇത് നിരന്തരം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം എന്താ വെച്ചാൽ 8ാം ക്ലാസ്സിൽ കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും മുട്ട പാലുണ്ട്. ഈ 8ാം ക്ലാസ്സൊന്നും ഈ മുട്ട എത്താറേ ഇല്ല. എനിക്കും 2 കുട്ടികൾ ഈ മൊറയൂർ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സുകളുള്ള കൂടെ ഇവർക്കൊന്നും അന്വേഷവും മുട്ട 8ാം ക്ലാസ്സൊന്നും മുട്ട പാലോ എത്താറേ ഇല്ല. അതൊക്കെ ഇവര് ചില രാത്രിയിൽ ഈ പറഞ്ഞ TP രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ നിയന്ത്രണത്തിൽ വന്നിട്ട് ഇവിടുന്ന് കടത്തി കൊണ്ടുപോവാണ്. വിഷയിലുള്ളത് അരി മാത്രമാണ് നമുക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നലെ വരെ ഈ പരാതി നമ്മൾ 13-ാം തീയതി കൊടുത്തിട്ട് പോലും ഇന്നലെ വരെ ഈ പാല് വരെ 8ാം ക്ലാസ്സൊന്നും പാലെത്തിയിട്ടേ ഇല്ല. ഇപ്പൊ ഇതിന് HM സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയുന്നത് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല, ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അതല്ലേ പറയാൻ കഴിയുള്ളൂ. കാരണം അദ്ദേഹം അറിയാതെ ആ സ്കൂളിന്റെ ചാവി എങ്ങനെ ഈ രാത്രി 12:30 മണിക്ക് ഈ അധ്യാപകന് കിട്ടി? ഈ അരി കടത്തി കൊണ്ടുപോകാനും സപ്പോർട്ട് ചെയ്ത ഒരാൾക്ക് അങ്ങനെ അല്ലാതെ വേറൊന്നും പറയാനുള്ള നിർവാഹമില്ല. അത് ആ കൊണ്ടുപോയ വാഹനം അത് കടത്താനും വന്ന ചുമട്ടുകാരനും അതേപോലെ ഈ വാഹനം ഒക്കെ പോലീസ് അന്വേഷണം നടത്തിയിട്ട് അതിന്റെ നിജസ്ഥിതി കണ്ടെത്തട്ടെ. അയാൾക്ക് ചാവി കൊടുക്കാതെ ഒരു നിലക്കു പുറത്തു പോകുന്നില്ല. ഞങ്ങൾ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുവായതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഏത് തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ആഗ്രഹിക്കുന്നത്? ഇത് വെച്ചാല് കളവാണ് നടന്നിട്ടുള്ളത്. കളവ് വെച്ചാൽ രാത്രിയിൽ ഈ NCCന്റെ മാസ്റ്ററാണ് ഈ TP രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആള്. NCC അതേപോലെ PT അധ്യാപകനാണ്. ഇയാൾക്ക് എന്ത് കാര്യമുണ്ട് രാത്രി 12:30 മണിക്ക് മൊറയൂർ ഹൈസ്കൂളിൽ ഈ സ്റ്റോർ റൂം തുറന്നുകൊണ്ട് അരി കൊണ്ടുപോകാനുള്ളത്? അതിന് ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ പ്രധാന അധ്യാപകരും ഇവിടുത്തെ ഇവരുമാണ്. ഇപ്പൊ ഇതില് PTA പറയുന്നുണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് പരാതി കൊടുത്തിട്ടില്ല. ഇവര് അറിയുന്നുണ്ടോ ഈ ഒരു വർഷത്തോളായിട്ട് ഈ മൊറയൂർ ഹൈസ്കൂളിലുള്ള കുട്ടികൾക്ക് കോഴിമുട്ട വരുന്നില്ല, പാല് കിട്ടുന്നില്ല എന്നുള്ളത്? ഇത് മാനേജ്മെന്റിന്റെ ഒരു ഒത്താശയോട് കൂടിയിട്ടുള്ള ഒരു PT ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ അവർക്ക് ഒത്താശ ചെയ്ത് നിൽക്കാനേ അവർക്കും ടീച്ചേഴ്സിനും കഴിയുള്ളൂ. പക്ഷെ അതിലും തന്നെ നല്ല PT അംഗങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ നല്ല മാസ്റ്റർമാരുണ്ട്. അവരൊക്കെ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ സംഗതി പുറത്തു വന്നത്. 1404 കുട്ടികളാണ് ഈ ഉച്ചഭക്ഷണം ഇവിടെ നിന്ന് നിയമപരമായി കഴിക്കുന്നത്. ആ സ്റ്റോക്ക് ഉണ്ട് എന്നൊരു വിശദീകരണമാണ് പ്രധാനാധ്യാപകൻ നൽകുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പിന്റെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും അന്വേഷണം ആവശ്യമാണ്. വരും ദിവസങ്ങളിൽ അതുണ്ടാവാൻ തന്നെയാണ് സാധ്യത.